أَوَعَجِبْتُمْ أَنْ جَاءَكُمْ ذِكْرٌ مِّنْ رَبِّكُمْ عَلَى رَجُلٍ مِّنْكُمْ لِيُنْذِرَكُمْ وَلِتَتَّقُوا وَلَعَلَّكُمْ تُرْحَمُونَ. നിങ്ങളെ താക്കീത് ചെയ്യുന്നതിനും നിങ്ങൾ തെറ്റായ നടപടികളിൽ നിന്ന് മുക്തരാകുന്നതിനും അനുഗ്രഹിക്കപ്പെടേണ്ടതിനും വേണ്ടി സ്വന്തം സമുദായക്കാരനായ ഒരാളിലൂടെ നാഥങ്കൽ നിന്നുള്ള ഉദ്ബോധനം ആഗതമാകുന്നതിൽ അത്ഭുതപ്പെടുന്നുവോ? നൂഹിനോട് അദ്ദേഹത്തിന്റെ ജനം സ്വീകരിച്ച സമീപനം തന്നെയാണ് അന്ത്യപ്രവാചകനായ മുഹമ്മദ് തിരുമേനിയോടും മക്കയിലെ സമുദായ പ്രമാണിമാർ സ്വീകരിച്ചത്. നൂഹിന്റെ സന്ദേശം തന്നെയായിരുന്നു തിരുമേനിയുടേതും. മക്കയിലെ ബഹുദൈവവാദികൾ നബിയുടെ ദൗത്യത്തെക്കുറിച്ചുന്നയിച്ച അതേ സന്ദേഹങ്ങളാണ് 1000 ആണ്ടുകൾക്കപ്പുറം നൂഹിന്റെ ദൗത്യത്തെപ്പറ്റി സ്വന്തം സമുദായക്കാർ ഉന്നയിച്ചിരുന്നതും. അവയ്ക്കുത്തരമായി നൂഹ് പറഞ്ഞ ന്യായങ്ങൾ തന്നെയാണ് തിരുമേനിയും പറഞ്ഞത്. നൂഹിന്റെ മാത്രമല്ല, തുടർന്ന് വിവരിക്കുന്ന മറ്റെല്ലാ പ്രവാചകന്മാരുടെയും കഥകളിൽ ഈ സാദൃശ്യം കാണാവുന്നതാണ്. ഓരോ പ്രവാചകന്റെയും സമുദായം സ്വീകരിച്ച നയം ഖുറൈശി നേതാക്കളുടെ നയം തന്നെ. ഓരോ പ്രവാചകന്റെയും പ്രഭാഷണം മുഹമ്മദ് നബിയുടെ പ്രഭാഷണത്തോട് തികച്ചും സദൃശവും. ഖുർആൻ അതിന്റെ അഭിസംബോധിതരെ ഇതുവഴി ധരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സത്യം ഇതാണ്: ശരിയായ പാതയിൽ നിന്ന് മനുഷ്യനകന്നത് എല്ലാ കാലത്തും ഒരേ തരത്തിലുള്ളതായിരുന്നു. ദൈവനിയുക്തരായ പ്രവാചകന്മാരുടെ പ്രബോധനവും എല്ലാ കാലത്തും എല്ലാ ഭൂപ്രദേശത്തും ഒന്നുതന്നെയായിരുന്നു. അപ്രകാരം തന്നെ പ്രവാചക പ്രബോധനത്തെ അവഗണിച്ച ജനങ്ങളുടെ പരിണാമവും ഒരേ തരത്തിലുള്ളതായിരുന്നു. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. فَكَذَّبُوهُ فَأَنْجَيْنَاهُ وَالَّذِينَ مَعَهُ فِي الْفُلْكِ وَأَغْرَقْنَا الَّذِينَ كَذَّبُوا بِآيَاتِنَا إِنَّهُمْ كَانُوا قَوْمًا عَمِينَ. എങ്കിലും അവർ അദ്ദേഹത്തെ നിഷേധിച്ചു കളഞ്ഞു. ഒടുവിൽ നാം അദ്ദേഹത്തെയും കൂട്ടുകാരെയും ഒരു കപ്പലിൽ രക്ഷപ്പെടുത്തി. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറഞ്ഞ ജനത്തെ മുക്കിക്കൊല്ലുകയും ചെയ്തു. തീർച്ചയായും അവർ അന്ധജനമായിരുന്നു. ഈ സംഭവമെല്ലാം കേവലം 1-2 സന്ദർഭങ്ങൾ കൊണ്ട് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആന്റെ വിവരണ ശൈലി നല്ല പോലെ ഗ്രഹിച്ചിട്ടില്ലാത്തവർ പലപ്പോഴും സംശയിക്കാനിടയുണ്ട്. അതായത്, പ്രവാചകൻ എഴുന്നേറ്റ് വാദം സമർപ്പിച്ചു, സമുദായം ആക്ഷേപങ്ങൾ ഉന്നയിച്ചു, പ്രവാചകൻ മറുപടി നൽകി, ജനം അദ്ദേഹത്തെ നിഷേധിച്ചു, അല്ലാഹു ശിക്ഷ അയക്കുകയും ചെയ്തു. ഏതാണ്ട് ഇങ്ങനെയാവണം ആളുകളുടെ സങ്കല്പം. വാസ്തവത്തിൽ ഈ സംഭവ പരമ്പരകൾ ദീർഘമായ കാലയളവിൽ നടന്നതാണ്. കഥയ്ക്ക് വേണ്ടി കഥ പറയുക എന്നത് ഖുർആന്റെ ശൈലിയല്ല. അനുവാചകൻ ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് കഥാകഥനം ചെയ്യുന്നത്. അതിനാൽ തന്നെ ചരിത്ര സംഭവങ്ങൾ വിവരിക്കുമ്പോൾ ഈ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുമായി ബന്ധമുള്ള മുഖ്യ കഥാംശങ്ങൾ മാത്രമേ ഓരോ സ്ഥലത്തും ഖുർആൻ വിവരിക്കാറുള്ളൂ. മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കാറില്ല. അതുപോലെ ഒരേ കഥ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ഉദ്ദേശ്യങ്ങൾക്കായി പറയുന്നുവെങ്കിൽ ഔചിത്യമനുസരിച്ച് വ്യത്യസ്തമായ വിശദാംശങ്ങൾ എടുത്തുകാട്ടുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് നൂഹ് നബിയുടെ കഥ തന്നെ നോക്കുക. പ്രവാചക പ്രബോധനത്തെ നിഷേധിക്കുന്നതിന്റെ ഭവിഷ്യത്ത് എങ്ങനെയിരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടാനാണ് ഇവിടെ അത് വിവരിച്ചത്. അതിനാൽ പ്രവാചകൻ എത്ര കാലം സ്വന്തം ജനതയ്ക്ക് പ്രബോധനം നൽകിയെന്ന് വ്യക്തമാക്കേണ്ട ആവശ്യം ഇവിടെയില്ല. എന്നാൽ നബി തിരുമേനിക്കും സഖാക്കൾക്കും സഹനം ഉപദേശിക്കേണ്ടതുണ്ട്. അതിനായി ഇതേ കഥ ഉദ്ധരിച്ച സന്ദർഭത്തിൽ നൂഹ് നബിയുടെ പ്രബോധനത്തിന്റെ സുദീർഘമായ കാലഘട്ടം പരാമർശിച്ചിരിക്കുന്നു. തങ്ങളുടെ ഏതാനും പ്രബോധന പ്രയത്നങ്ങൾ ഫലം കിട്ടാതെ വരുമ്പോൾ പ്രവാചകനും സഹപ്രവർത്തകർക്കും മനം മടുപ്പുണ്ടാവരുതെന്നാണ് ഉദ്ദേശ്യം. അതുകൊണ്ടാണിവിടെ നൂഹ് നബിയുടെ ക്ഷമാശീലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, അത്യന്തം നിരാശാജനകമായ സാഹചര്യങ്ങളിൽ അല്പം പോലും പതറാതെ 1000 കൊല്ലത്തോളം സത്യപ്രബോധനം നിർവഹിച്ചു പോന്ന നൂഹ് നബിയുടെ ചരിത്രം അനുസ്മരിച്ചിരിക്കുന്നതും അതുകൊണ്ടാണ്. വിശദീകരണം അർഹിക്കുന്ന മറ്റൊരു പ്രശ്നം കൂടി ഇവിടെയുണ്ട്. ഇന്ന ജനത പ്രവാചകനെ നിഷേധിച്ചു. പ്രവാചകൻ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. പൊടുന്നനെ അവരിൽ ശിക്ഷയിറങ്ങി. അങ്ങനെ അവർ നശിച്ചു എന്നിത്യാദി സംഭവ പരമ്പരകൾ വിശുദ്ധ ഖുർആനിൽ പലതവണ വായിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഇത്തരത്തിലൊന്നും ഇപ്പോഴെന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന ചോദ്യം ഉത്ഭവിക്കാവുന്നതാണ്.
സമുദായങ്ങൾ ഇപ്പോഴും തകരുകയും ഉയരുകയും ചെയ്യുന്നുണ്ടെങ്കിലും ആ ഉത്ഥാന പതനങ്ങളുടെ സ്വഭാവം മറ്റൊന്നാണ്. ഒരു മുന്നറിയിപ്പിനെ തുടർന്ന് ഭൂകമ്പമോ ജലപ്രളയമോ ഇടിത്തീയോ വന്ന് ജനത്തെ ഒന്നടങ്കം തകർത്തുകളയുക എന്നതൊന്നും ഇപ്പോൾ സംഭവിക്കുന്നില്ല. ഇതിനുള്ള മറുപടി ഇതാണ്: ഒരു പ്രവാചകന്റെ നേരിട്ടുള്ള പ്രബോധനത്തിന് വിധേയമായ സമുദായത്തിന്റെ നിലപാട് ധാർമ്മികമായും നിയമപരമായും മറ്റെല്ലാ സമുദായങ്ങളുടെ നിലപാടിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു സമുദായത്തിൽ പ്രവാചകൻ നിയുക്തനാവുന്നു, നേരിട്ട് തന്നെ അവർക്ക് ദൈവിക സന്ദേശം എത്തിക്കുന്നു. മാത്രമല്ല, സ്വന്തം വ്യക്തിത്വത്തിലൂടെ തന്റെ സത്യാവസ്ഥയ്ക്ക് ഉദാത്തമായ മാതൃക സമർപ്പിക്കുകയും ചെയ്യുന്നു. ആ ജനതയിൽ ദൈവത്തിന്റെ ഹുജ്ജത്ത് അഥവാ ന്യായം പൂർത്തിയാവുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഒഴികഴിവിന് ഒരു പഴുതും അവശേഷിക്കുന്നില്ല. ദേവദൂതനെ കൺമുന്നിൽ കള്ളവാദിയാക്കി തള്ളിയ ആ ജനത ദൈവവിധി കയ്യോടെ അനുഭവിക്കാൻ തികച്ചും അർഹരായിത്തീരുന്നു. എന്നാൽ ദൈവിക സന്ദേശം നേരിട്ടല്ലാതെ വിവിധ മാധ്യമങ്ങളിലൂടെ വന്നു കിട്ടിയ ജനസമുദായങ്ങളുടെ നിലപാട് മൗലികമായി തന്നെ ഭിന്നമാണ്. ആ നിലയ്ക്ക് പ്രവാചകന്മാരുടെ കാലങ്ങളിലുണ്ടായ സംഭവങ്ങൾ അതേ സ്വഭാവത്തിൽ ഇപ്പോൾ ആവർത്തിക്കപ്പെടുന്നില്ലെങ്കിൽ അത്ഭുതപ്പെടേണ്ടതായി ഒന്നുമില്ല. നബി തിരുമേനിക്ക് ശേഷം പ്രവാചകത്വ പരമ്പര അവസാനിച്ചിരിക്കുന്നു എന്നതുതന്നെ കാരണം. പ്രവാചകന്മാരെ നേരിട്ട് നിഷേധിച്ച ജനസമുദായങ്ങളെ ബാധിച്ചതുപോലെയുള്ള ശിക്ഷ ഇപ്പോൾ ഏതെങ്കിലും ജനസമുദായത്തിൽ വന്നു ഭവിക്കുന്നുവെങ്കിൽ അതായിരിക്കും ഏറെ അത്ഭുതകരമായിട്ടുള്ളത്. എന്നാൽ ചിന്താപരവും സദാചാരപരവുമായ മാർഗച്യുതിയിൽപ്പെട്ടവരും ദൈവത്തെ ധിക്കരിച്ചവരുമായ ജനസമുദായങ്ങളുടെ മേൽ ശിക്ഷാ നടപടികൾ പറ്റെ നിർത്തൽ ചെയ്തുവെന്ന് ഇപ്പറഞ്ഞതിനർത്ഥമില്ല. അങ്ങനെയുള്ള എല്ലാ സമുദായങ്ങളിലും ഇപ്പോഴും ശിക്ഷാ നടപടി വന്നുകൊണ്ടിരിക്കുന്നുവെന്നതാണ് പരമാർത്ഥം. മുന്നറിയിപ്പ് രൂപത്തിലുള്ള ചെറിയ ചെറിയ ശിക്ഷകളും നിർണായകമായ വൻ ശിക്ഷകളും. പക്ഷേ പ്രവാചകന്മാരെയും സദ്ഗ്രന്ഥങ്ങളെയും പോലെ ആ ശിക്ഷകളുടെ ധാർമ്മികമായ ഉള്ളടക്കത്തിലേക്ക് ജനശ്രദ്ധ ക്ഷണിക്കാൻ ഇന്നാരുമില്ല. മറുവശത്ത് ഒരു കൂട്ടം ഉപരിപ്ലവ ചിന്തകരായ ശാസ്ത്രജ്ഞന്മാരും യാഥാർത്ഥ്യമറിയാത്ത ചരിത്രകാരന്മാരും തത്വജ്ഞാനികളും മനുഷ്യവർഗത്തെ കൈയടക്കി വച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളെയും പ്രകൃതി നിയമങ്ങളനുസരിച്ചും ചരിത്രപരമായ കാരണങ്ങളിലൂടെയും വ്യാഖ്യാനിച്ചുകൊണ്ട് മനുഷ്യനെ വിസ്മൃതിയുടെ കൂരിരുട്ടിൽ തള്ളിവിടുകയാണവർ. മുകളിൽ സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് ചിന്തിക്കാൻ ഒരിക്കലും അവർ അവസരം നൽകുന്നില്ല. കുറ്റവാളികളായ സമുദായങ്ങളെ നാനാവിധേന താക്കീത് ചെയ്ത ശേഷവും ആ താക്കീതുകൾ അവഗണിച്ച് അധാർമികതയിൽ ശഠിച്ചു നിൽക്കുന്നവരുണ്ടല്ലോ, അവരെ അവസാനം നാശത്തിന്റെ പടുകുഴിയിൽ വലിച്ചെറിയുക തന്നെ ചെയ്യും. وَإِلَى عَادٍ أَخَاهُمْ هُودًا قَالَ يَا قَوْمِ اعْبُدُوا اللَّهَ مَا لَكُمْ مِنْ إِلَٰهٍ غَيْرُهُ أَفَلَا تَتَّقُونَ. ആദ് സമുദായത്തിലേക്ക് നാം അവരുടെ സഹോദരൻ ഹൂദിനെ നിയോഗിച്ചു. അദ്ദേഹം അവരെ പ്രബോധനം ചെയ്തു: എന്റെ ജനമേ, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുവിൻ, അവനല്ലാതെ നിങ്ങൾക്ക് ദൈവമില്ല തന്നെ. നിങ്ങൾ ദുർനടപടികൾ വർജിക്കുന്നില്ലയോ? അറേബ്യയിലെ അതിപ്രാചീന സമുദായമത്രേ ആദ്. ഇവരുടെ കഥകൾ അറബികളിൽ പ്രചുരപ്രചാരം നേടിയിരുന്നു. ചെറിയ കുട്ടികൾക്ക് പോലും ആ പേർ സുപരിചിതമായിരുന്നു. അവരുടെ പ്രതാപവും പ്രഭാവവും പോലെ തന്നെ ഭൂമുഖത്തുനിന്ന് അവർ ഉന്മൂലനം ചെയ്യപ്പെട്ടതും പഴഞ്ചൊല്ലായി കഴിഞ്ഞിരുന്നു. ആദിന്റെ നാമം ഇത്രത്തോളം വിശ്രുതമായതുകൊണ്ടാണ് അറബി ഭാഷയിൽ പഴക്കമേറിയ വസ്തുക്കൾക്ക് ആദി എന്നു പേർ വന്നത്. പുരാവസ്തുക്കൾക്ക് ആദിയാത്ത് എന്നും പറയുന്നു. ഉടമയില്ലാത്തതും സംരക്ഷണമില്ലാത്തതുകൊണ്ട് തരിശായി കിടക്കുന്നതുമായ ഭൂമിക്ക് ആദിയുൽ അർള് എന്ന് പറഞ്ഞു വരുന്നു. പ്രാചീന അറബി കാവ്യങ്ങളിൽ ആദിനെക്കുറിച്ച പരാമർശം ധാരാളം കാണാം. വംശങ്ങളെക്കുറിച്ച് അറിവുള്ള അറേബ്യയിലെ പണ്ഡിതന്മാർ നാമാവശേഷമായ അറബ് സമുദായങ്ങളിൽ ഏറ്റവും ആദ്യത്തേതായി ഗണിക്കുന്നത് ആദിനെയാണ്. ആദ് സമുദായം താമസിച്ചിരുന്ന പ്രദേശക്കാരനായ സുഹ്ലു ഗോത്രത്തിൽപ്പെട്ട ഒരാൾ നബി തിരുമേനിയുടെ സന്നിധിയിൽ വരികയും തന്റെ നാട്ടുകാരിൽ പരമ്പരാഗതമായി ഉദ്ധരിക്കപ്പെട്ടുവരുന്ന ആദിന്റെ കഥകൾ തിരുമേനിയെ പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്തതായി ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഹിജാസിന്റെയും യമന്റെയും യമാമയുടെയും മധ്യേ റുബോൽ ഹാലിക്ക് തെക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന അഹ്കാഫ് പ്രദേശമായിരുന്നു ആദിന്റെ ജന്മഗേഹമെന്ന് ഖുർആനിൽ നിന്ന് വ്യക്തമാകുന്നു. എന്നാൽ അവരുടെ സ്വാധീനശക്തി യമന്റെ പടിഞ്ഞാറേ കര മുതൽ
ഒമാനും ഹളറമൗത്തും കടന്ന് ഇറാഖ് വരെ വ്യാപിച്ചിരുന്നു. ആദിന്റെ ചരിത്രാവശിഷ്ടങ്ങൾ ലോകത്തുനിന്ന് മിക്കവാറും തേഞ്ഞുമാഞ്ഞു പോയ മട്ടിലാണ്. എന്നാൽ ദക്ഷിണ അറേബ്യയിൽ ആദ് നാമവുമായി ബന്ധപ്പെട്ട ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ട്. ഹളറമൗത്തിൽ ഒരിടത്ത് ഹൂദ് നബിയുടെ ഖബറിടമുള്ളതായും അറിയപ്പെടുന്നു. 1837 ഒരു ഇംഗ്ലീഷ് നാവികോദ്യോഗസ്ഥന് ഹിസ്നു ഖുറാബിൽ ഒരു പുരാതന ലിഖിതം കണ്ടുകിട്ടിയിരുന്നു. അതിൽ ഹൂദിനെ സംബന്ധിച്ച പ്രസ്താവമുണ്ടായിരുന്നു. ഹൂദിന്റെ അനുചരന്മാർ രേഖപ്പെടുത്തിയതാണെന്ന് അതിലെ വാചകങ്ങളിൽ നിന്ന് നല്ല പോലെ വ്യക്തമാണ്. സൂറ അൽ അഹ്കാഫ് 21 സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ ഈ ചരിത്രം കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. قال الملأ الذين كفروا من قومه إنا لنراك في سفاهة وإنا لنظنك من الكاذبين. ജനത്തിൽ അദ്ദേഹത്തിന്റെ വചനങ്ങൾ അംഗീകരിക്കാൻ വിസമ്മതിച്ച ജനപ്രമാണിമാർ മറുപടി പറഞ്ഞു, നീ ഏതോ മൗഢ്യത്തിലകപ്പെട്ടതായി ഞങ്ങൾ കരുതുന്നു. നീ വ്യാജനാണെന്നത്രേ ഞങ്ങൾക്ക് തോന്നുന്നത്. قال يا قوم ليس بي سفاهة ولكني رسول من رب العالمين. അദ്ദേഹം പറഞ്ഞു, എന്റെ ജനമേ, എനിക്ക് വിഡ്ഢിത്തമൊന്നും സംഭവിച്ചതല്ല. ജഗന്നിയന്താവിന്റെ ദൂതനത്രേ ഞാൻ. أبلغكم رسالات ربي وأنا لكم ناصح أمين. എന്റെ റബ്ബിന്റെ സന്ദേശങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത്. നിങ്ങളുടെ വിശ്വസ്തനായ ഗുണകാംക്ഷിയാകുന്നു ഞാൻ. أوعجبتم أن جاءكم ذكر من ربكم على رجل منكم لينذركم واذكروا إذ جعلكم خلفاء من بعد قوم نوح وزادكم في الخلق بسطة فاذكروا آلاء الله لعلكم تفلحون. നിങ്ങളെ താക്കീത് ചെയ്യുന്നതിനു വേണ്ടി സ്വന്തം സമുദായക്കാരനായ ഒരാളിലൂടെ റബ്ബിങ്കൽ നിന്നുള്ള ഉദ്ബോധനം ആഗതമാകുന്നതിൽ ആശ്ചര്യപ്പെടുന്നുവോ? നൂഹിന്റെ ജനത്തിനു ശേഷം അവൻ നിങ്ങളെ പ്രതിനിധികളാക്കിയതും നിങ്ങൾക്ക് വർദ്ധിച്ച മെയ്യൂക്ക് നൽകിയതും മറക്കാതിരിക്കുവിൻ. അല്ലാഹുവിന്റെ ശക്തിവിലാസങ്ങൾ ഓർമ്മിക്കുവിൻ, നിങ്ങൾ വിജയം പ്രാപിക്കാൻ. ഇവിടെ ആയത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആലാ എന്ന ശബ്ദത്തിന് അനുഗ്രഹങ്ങളെന്നും ശക്തിവിലാസമെന്നും വിശിഷ്ട ഗുണങ്ങളെന്നും അർത്ഥമുണ്ട്. അതായത് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും ഓർത്തുകൊണ്ടിരിക്കുക. നിങ്ങളിൽ നിന്ന് ഈ അനുഗ്രഹങ്ങളും ഔദാര്യങ്ങളും എടുത്തുകളയാൻ അല്ലാഹു കഴിവുള്ളവനാണെന്ന് മറക്കാതിരിക്കുക. أجئتنا لنعبد الله وحده ونذر ما كان يعبد آباؤنا فأتنا بما تعدنا إن كنت من الصادقين. അവർ ഉത്തരം കൊടുത്തു, ഞങ്ങൾ ഒരേയൊരു അല്ലാഹുവിനു മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനും പൂർവപിതാക്കൾ ഇബാദത്ത് ചെയ്തു വന്ന ദൈവങ്ങളെ വെടിയുന്നതിനും വേണ്ടിയാണോ നീ ഞങ്ങളിൽ വന്നിരിക്കുന്നത്? ആട്ടെ, നീ സത്യവാനെങ്കിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ആ ദൈവശിക്ഷ ഇങ്ങ് കൊണ്ടുവരൂ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണിവിടെ. സാക്ഷാൽ ദൈവമായ അല്ലാഹുവിനെ അറിയാത്തവരോ നിഷേധിച്ചവരോ ആയിരുന്നില്ല ആദ് സമുദായവും. അല്ലാഹുവിനുള്ള ഇബാദത്തിനെയും അവർ നിഷേധിച്ചിരുന്നില്ല. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമായിരിക്കുക, അതിൽ മറ്റാരെയും പങ്കുചേർക്കാതിരിക്കുക എന്ന ഹൂദ് നബിയുടെ ഉദ്ബോധനം മാത്രമാണ് അവർ സമ്മതിക്കാതിരുന്നത്. أَوَعَجِبْتُمْ أَنْ جَاءَكُمْ ذِكْرٌ مِّنْ رَبِّكُمْ عَلَى